ഇനി രണ്ടാമത്തെ കാര്യം അൽ അഖ്ലു. എന്താ അഖ്ല് എന്ന് പറഞ്ഞാൽ? ബുദ്ധി അല്ലേ? അഖ്ലല്ല, അഖ്ൽ ഐനാണ്. അഖല, അഖല എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്നാണ് അർത്ഥം. എന്നാ അഖല എന്ന് പറഞ്ഞാലോ എന്താ? കഴിച്ചു എന്നാണ് അർത്ഥം. അവിടെ അർത്ഥം മാറി. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, അക്ഷരമൊന്നും മാറണ്ട, ഹറക്കത്ത് മാറിയാൽ തന്നെ എന്തായി? അർത്ഥം മാറും. ഇപ്പോ ബർറുൻ, അവിടെ ഏതൊക്കെ അക്ഷരം ഉള്ളത്? ബ റ അല്ലേ? ബ ഉണ്ട്, പിന്നെ 2 റ ഉണ്ട്. ബർറുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബർറുൻ അൽ ബർറു വൽ ബഹർ. ബഹർ എന്ന് പറഞ്ഞാൽ എന്താ? കടൽ. ബർറു എന്ന് പറഞ്ഞാൽ കര. ബർറുൻ എന്ന് പറഞ്ഞാൽ കര എന്നാണ് അർത്ഥം. ഞാൻ ബാന്റെ ഫത്ഹ മാറ്റിയിട്ട് നമ്മൾ കസറാക്കി ബിറുൻ. അവിടെ അക്ഷരം മാറിയോ? അക്ഷരം മാറിയോ? ഇല്ല. ബാ പിന്നെ 2 റാ തന്നെ ഉള്ളത്. എന്തേ മാറിയിട്ടുള്ളൂ? ഹറക്കത്തെ മാറിയിട്ടുള്ളൂ. ഫത്ഹ മാറി കസറയായി. ബർറു എന്നുള്ളത് ബിറുന്നായി. അപ്പൊ എന്തായി? അർത്ഥം എന്തായി? ബിറുൽ വാലിദൈൻ, പുണ്യം, നന്മ എന്നായി അർത്ഥം. ഇനി ആ കസറ മാറ്റിയിട്ട് നമ്മൾ ദമ്മ കൊടുക്കുക, ബുറുന്നാക്കി. അവിടെ അക്ഷരം മാറിയിട്ടില്ല. ബാ 2 റാ ഉള്ളത്. അപ്പൊ എന്താ? ബുറുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? അതന്നെ ശരിയാണ്, ഗോതമ്പ് എന്നാണ് അർത്ഥം. ബർറുൻ, ബിറുൻ, ബുറുൻ. ഇവിടെ 3 അക്ഷരങ്ങൾ മാറിയിട്ടില്ല, ഹറക്കത്തുകളെ മാറിയിട്ടുള്ളൂ. പക്ഷെ അർത്ഥത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. അപ്പൊ ഒന്ന് കര എന്നാണ് അർത്ഥം, ഒന്ന് ഗോതമ്പ് എന്നാണ് അർത്ഥം, ഒന്ന് നന്മ എന്നാണ് അർത്ഥം. ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ രണ്ടാമത്തെ നിബന്ധന നമ്മൾ എന്താ പറഞ്ഞത്? അൽ അഖ്ലു, നിസ്കരിക്കുന്നവൻ ബുദ്ധിയുള്ളവനായിരിക്കണം. അപ്പോൾ ഒരു ഭ്രാന്തനായ ഒരാൾ, അയാൾ നമ്മളെ പള്ളിക്ക് വന്നു, അയാൾ സുദീർഘമായിട്ട് നിസ്കരിച്ചു. അയാളുടെ നിസ്കാരം ശരിയാവോ? ശരിയാവോ? ഇല്ല, അയാളുടെ നിസ്കാരം ശരിയാവൂല. കാരണം നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണെന്ത്? ബുദ്ധി ഉണ്ടാവുക എന്നത്. അൽ അഖ്ൽ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അൽ ജുനൂൻ, ഭ്രാന്ത്. ബുദ്ധിയുള്ളവൻ മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം. വൽ മജ്നൂനു മർഫൂഉൻ അൻഹുൽ ഖലം ഹത്താ യുഫീഖ. ഒരാൾ ഭ്രാന്തനാണെങ്കിൽ അയാളുടെ ഭ്രാന്ത് മാറുന്നത് വരെ അയാൾക്ക് എന്ത് ബാധകമല്ല? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബാധകമല്ല.